ഒരു ഡോക്ടർ ഒരിക്കലും മറ്റൊരു ഡോക്ടറെ പരിഹസിക്കരുത്. അലോപ്പതി ഡോക്ടർമാര് മറ്റു മെഡിക്കൽ സയൻസുകളെ പരിഹസിക്കരുത്. അത് അവരുടെ കുഴപ്പമൊന്നുമല്ല. ഈ മൾട്ടിനാഷണൽ കമ്പനീസ് മരുന്ന് കമ്പനിയുടെ പണത്തിന്റെ പരിപാടിയാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് പരിപാടി. അതുകൊണ്ട് മറ്റൊരു ഡോക്ടർ, അദ്ദേഹം ആയുർവേദം ആയിരിക്കാം, ഹോമിയോപ്പതി ആയിരിക്കാം, നാച്ചുറോപ്പതി ആയിരിക്കാം, യുനാനി ആയിരിക്കാം, അലോപ്പതി ആയിരിക്കാം, അങ്ങോട്ട് വിമർശിക്കാൻ പോകും. നിങ്ങൾക്ക് കൈപ്പുണ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈപ്പുണ്യം നിങ്ങൾക്ക് അതിന്റെ റെപ്യൂട്ടേഷൻ കൊണ്ടുവരും. അവിടെയാണ് ഒരു ഡോക്ടർ ആവുന്നത്. ഒരു ഡോക്ടർ ആവണമെങ്കിൽ വളരെ ശ്രദ്ധേയമായി നിങ്ങൾക്ക് ചില ഗുണങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ഒന്ന്, രോഗികൾക്ക് നിങ്ങൾക്കുള്ള വിശ്വാസമാണ്. എന്തിനാണ് രോഗി മൈലുകൾ യാത്ര ചെയ്ത് നിങ്ങളുടെ അടുത്ത് എത്തുന്നത്? ഈ ഡോക്ടറുടെ അടുത്ത് പോയാൽ എന്റെ രോഗം സുഖപ്പെടും എന്ന പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ എത്ര പേരിൽ ഉണ്ടാക്കുന്നു അത്രയുമാണ് ഡോക്ടറുടെ റെപ്യൂട്ടേഷൻ എന്ന് പറയും. സാധാരണ ഡോക്ടറെ കാണിച്ച ശേഷം പറയുമോ ഈ രോഗം സുഖമാണ് ഇന്ന ഡോക്ടറെ കാണിച്ചേ പറ്റുമോ? ഇപ്പൊ ഡോക്ടർ നിസാറിനെ കാണാൻ വേണ്ടി മൈലുകൾക്കപ്പുറം ആളുകൾ 32 എത്തുന്നു. 32 പേര് ഞാൻ കേൾക്കുന്നതിൽ ആദ്യമായിട്ടായിരിക്കും. കാരണം നിസാറിൻ ഡോക്ടറെ അടുത്ത് പോയാൽ എന്റെ രോഗം സൗഖ്യമാകുമെന്ന് മൈലുകൾക്കപ്പുറത്തുള്ള ഒരു രോഗിക്ക് തോന്നുമ്പോഴാണ് അവൻ വണ്ടിയെടുത്ത് 32 എത്തുന്നത്. അപ്പൊ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് ഒരു രോഗിയെ സുഖപ്പെടുത്താൻ കഴിവുണ്ടെന്ന് ആ പേഷ്യന്റിന് മനസ്സിലാവുമ്പോഴാണ് ആൾ നിങ്ങളുടെ അടുത്ത് എത്തുന്നത്. രണ്ടാമത്, ഒരു രോഗി നിങ്ങളുടെ അടുത്ത് എത്തിയാൽ ആളിന്റെ രോഗം കണ്ടെത്താൻ നിങ്ങൾ കഴിഞ്ഞിരിക്കണം. രോഗിക്ക് പല പല കാര്യങ്ങൾക്കൊക്കെ രോഗം ഉണ്ടാവാം. അത് കണ്ടെത്താൻ നിങ്ങൾ കഴിഞ്ഞിരിക്കണം. അതിനൊരു ഡോക്ടർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സംഭവം എന്ന് പറയുന്നത് കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവറാണ്. ഒന്നിനോട് താരതമ്യപ്പെടുത്തി ഓർക്കാനുള്ള കഴിവാണ്. ഒരു രോഗി ഒന്ന് പറയുന്നു എനിക്ക് തലവേദനയാണ്. അപ്പൊ തലവേദന ഉണ്ടാവാൻ സാധ്യതയുള്ള 20 രോഗങ്ങളുണ്ട്. ആ 20 എണ്ണത്തിൽ ഏതാവാം ഈ പേഷ്യന്റ് ഉണ്ടാവുന്ന രോഗം എന്ന് കണ്ടെത്താൻ പറ്റണം. ഒരു രോഗിക്ക് ഒരു മരുന്ന് കുറിക്കുമ്പോൾ എല്ലാ മരുന്നിനും സൈഡ് എഫക്ട് ഉണ്ട്. എല്ലാ മരുന്നിനും കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്. ഇത് തലച്ചോറിൽ കമ്പയർ ചെയ്യാൻ പറ്റാതെ ഡോക്ടർ മരുന്ന് കുറിച്ചാൽ രോഗി മരിച്ചു പോകും. നിങ്ങൾക്ക് കാര്യമായ മരുന്നില്ലാത്തൊരു ചികിത്സയാണെങ്കിലും ആ ഐഡന്റിഫിക്കേഷൻ വളരെ കറക്റ്റാണ്. കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ ഉണ്ടായിട്ട് എന്താണ് ഈ മനുഷ്യന്റെ രോഗം, ഈ സിംറ്റം ഏത് രോഗത്തിൻ്റെതാണ്, ആ രോഗം ചികിത്സിക്കാൻ എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത്, ഈ മനുഷ്യൻ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് എന്തൊക്കെയാണ്, അതിനെ റിയാക്ട് ചെയ്യാത്ത മരുന്നേ കൊടുക്കാൻ പാടുള്ളൂ. ഈ ഇക്വേഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ ഡോക്ടർ ഭയങ്കര പാളിച്ചയാണ്. വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലാണ്. പക്ഷെ അതേ ഒരിക്കലും ട്രീറ്റ് ചെയ്യല. അപ്പോ എന്റെ വലിയ സുഹൃത്താ, ഞാൻ അതോടെ ചോദിച്ചു, ഡോക്ടർ ഇത്ര പ്രശസ്തനായ ഡോക്ടറായിട്ടും എന്താ ചികിത്സിക്കാത്തത്? അത് സാർ ആരോടും പറയില്ലേ, ഞാൻ ആർക്കെങ്കിലും മരുന്ന് കൊടുത്താ അവൻ ചത്തു. അപ്പൊ എന്റെ ജാതക ദോഷമായിരിക്കാം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ സ്വയം അഡ്മിഷനാണ്. ഈസ് എ ഗ്രേറ്റ് ഡോക്ടർ. കുട്ടികളെ പഠിപ്പിക്കാൻ വളരെ വിദഗ്ധനാണ്. പക്ഷെ മരുന്ന് കൊടുത്താൽ പാളിപ്പോകുന്ന അദ്ദേഹത്തിന് തന്നെ അറിയാം. അപ്പൊ ഈ ഐഡന്റിഫിക്കേഷൻ ഓഫ് എ ഡിസീസ് വളരെ പ്രധാനമാണ്. പാലക്കാട് പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ ഒരു 100 മീറ്റർ അപ്പുറത്ത് അന്ധനായ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ SLC പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അന്ധനായ ഡോക്ടറുടെ അടുത്ത് ഒരാൾ ചെന്നാൽ പൾസ് പിടിക്കുന്നവൻ അദ്ദേഹം ഇങ്ങനെ കൈ പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, താങ്കൾക്ക് താഴെ പറയുന്ന രോഗമാണ്. കാര്യം വിദ്യാഭ്യാസമില്ലാത്ത ഈ അന്ധനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ രോഗം ഇംഗ്ലീഷ് ഭാഷയിൽ എന്താണ് രോഗമെന്നോ MBBS ഡോക്ടർ പറയുന്ന പോലെ പറയും, ഇന്ന രോഗങ്ങൾ തനിക്കുണ്ടെന്ന് പറയും. പോയി പരിശോധിച്ചാൽ ആ രോഗം ആ മനുഷ്യനുണ്ട്. അന്ധനാണ്, മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു ദിവ്യമായ പവറാണ് ഈ പൾസ് തുറന്നവരെ തൊട്ടാൽ രോഗം എന്താണെന്ന് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ കഴിവ് നിങ്ങൾ പഠിച്ച ശാസ്ത്രപ്രകാരമോ നിങ്ങളുടെ പ്രാക്ടീസ് ഒന്നും ഉണ്ടാകണം. ആ രോഗം കണ്ടുപിടിച്ചെങ്കിൽ ചികിത്സിക്കാൻ പറ്റും. രോഗം കണ്ടുപിടിക്കാൻ തെറ്റിപ്പോയാൽ ഭയങ്കരമായ അപകടത്തിലേക്ക് ചെന്ന് ചാടും, മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡിസീസ് വളരെ വളരെ പ്രധാനമാണ്. അത് കമ്പാരറ്റീവ് അനാലിസിസിലൂടെ ചികിത്സ ചെയ്ത് വേണം എന്ന് കണ്ടെത്താം. വളരെ ഗതികെട്ട ചില രോഗങ്ങളുണ്ട്, പക്ഷെ വളരെ സിമ്പിളായിട്ട് അത് പരിഹരിക്കാൻ പറ്റും. ആ പരിഹാരം അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്റെ അങ്കിളിന്റെ സഹോദരി പ്രസവിച്ചു 4-ാം ദിവസമായപ്പോൾ മുലക്കണ്ണ് 4 പൊട്ടി.
ഭയങ്കര വേദന. കുഞ്ഞിന് പാല് കൊടുക്കാൻ വയ്യ. ഈ പാല് പുറത്തോട്ട് ആടുന്ന നിലവിളി കൊണ്ട് നിലവിളി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എന്റെ കസിൻസും അങ്കിൾസും ആയിട്ട് മെഡിക്കൽ കോളേജിലെ പ്രധാന ഡോക്ടർമാരെല്ലാം ചികിത്സിച്ചു. ഒരു രക്ഷയില്ല. ഞാൻ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ വിളിച്ചു. വെല്ലൂർ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ എന്റെ ഭാര്യയുടെ അങ്കിളാണ്. അദ്ദേഹം വേണ്ടി കൊണ്ടുപോവാ, ഒരാഴ്ച കൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ആന്റിബയോട്ടിക്സ് ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ എയർപോർട്ടിൽ പോയി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യും. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ഫ്ലൈറ്റാണ്. രാവിലെ ഒരു ലാട വൈദ്യൻ വിദ്യാഭ്യാസ ലാടന അവിടെ ഒന്ന് വിശക്കുന്നു. ഇതിന് ആഹാരം കൊടുത്തു. ആഹാരം കഴിച്ചത് വയൽ ചോദിച്ചു. അവിടുത്തെ ഒരു സ്ത്രീ കിടന്ന് കരയുന്നത് എന്താ കാര്യം? അത് തന്നോട് പറയാൻ പറ്റത്തില്ലെന്ന് അല്ല അയാളോട് എനിക്ക് എനിക്കെല്ലാം മരുന്നൊക്കെ അറിയാമെന്ന് ചോദിച്ചാന്നു. എന്നാ നീ കേട്ടോ, എന്റെ പെങ്ങളുടെ മുലക്കെണ്ണ നാലായിട്ട് പൊട്ടിയിരിക്കുക. അയാളോട് ഇതിന് എന്റെ മരുന്നുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പതുക്കെ ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞു. എന്നോട് ചോദിച്ചു, മത്തങ്ങ വള്ളിയോടെ ഞാൻ പടന്ന് കിടപ്പുണ്ടെന്ന് ചോദിച്ചു. കുഞ്ഞാമത് 2 വർഷത്തിനപ്പുറത്തോളം പടന്നിട്ട് കണ്ടുവന്നു പറഞ്ഞു. അദ്ദേഹം ആഹാരം കഴിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തുപോയി. മത്തങ്ങ ഞെട്ടിനോട് വള്ളിയോട് ചേർന്ന ഞെട്ടുണ്ടല്ലോ, അത് അയാൾ ഒടിച്ചെടുത്ത് കൊണ്ടുവന്ന മഞ്ഞൾപ്പൊടിയും ശകല ഉപ്പും ഇട്ടിട്ട് നല്ല ലാടന്മാരുടെ ചുമന്ന കല്ലില്ലേ, അതിൽ അരച്ചൊരു പേസ്റ്റ് ആക്കി ഇതങ്ങ് പുരട്ടിയാവുന്നു. ലാടനങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞ് ഇത് പുരട്ടി കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് ഈ വേദന നിന്നു. വൈകിട്ട് 5 മണിയായപ്പോഴത്തേന് ഈ മുലക്കണ്ണ് വീണ്ടും റീഷേപ്ഡായി. പിറ്റേ ദിവസം രാവിലെ ആയപ്പം കുഞ്ഞിന് പാല് കൊടുക്കാവുന്ന പൊസിഷനായി. ഞാൻ എയർ ടിക്കറ്റ് ഒക്കെ ക്യാൻസൽ ചെയ്തു. വെല്ലൂർ മെഡിക്കൽ വിളിച്ചു വന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ ലാടന് പൈസ ഒന്നും കൊടുത്തിട്ടില്ല. ഞാന് എന്റെ പോലീസ് കൊണ്ട് എടുത്തോണ്ട് തിരുവനന്തപുരത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും തപ്പി ഈ മനുഷ്യനെ കിട്ടിയത് 5000 രൂപ കൊടുക്കാനായിട്ട്. അയാളെ കണ്ടെത്തിയില്ല. അപ്പോൾ വളരെ സിമ്പിളായി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയാൽ മാത്രം സുഖമാവുന്ന ഒരു രോഗമാണ്. വളരെ സിമ്പിൾ ആയിട്ടൊരു മത്തങ്ങ ഞെട്ടും ചില മഞ്ഞളും ചില ഉപ്പും അവന്റെ കല്ലിന്റെ എഫക്റ്റോട് കൂടിയപ്പോ അത് മരുന്നായി മാറി എന്നുള്ളതാണ്. അപ്പൊ ആ ട്രീറ്റ്മെന്റ് വളരെ സിമ്പിളായി നമുക്ക് തോന്നാം. പക്ഷെ അതൊരു വൈദ്യശാസ്ത്രമാണ്. ലാടൻ എന്ന് പറഞ്ഞ വൈദ്യശാസ്ത്രമാണ്. വിദ്യാഭ്യാസം ലാടനാണെന്ന് കളിയാക്കാവുന്ന എളുപ്പമാണ്. അത് ഭംഗിയായിട്ട് പരിഹരിക്കാൻ പറ്റും. ഒരു ദിവസം എന്റെ ഓഫീസിലേക്ക് എന്റെ SP വന്നു. പൊട്ടിക്കരയാന്ന് പറയും. എന്താ SP കരയുന്ന? അയ്യോ, എന്റെ മോൻ മരിക്കാന്ന് പറഞ്ഞാൽ ആ SPയുടെ മകൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 3rd ഇയർ MBBS പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. ഞാൻ എന്താ കാര്യം? മഞ്ഞപ്പിത്തം വന്നു, കൺട്രോളില്ല. ഞാൻ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിനെ വിളിച്ചു. ആ കുഞ്ഞിന്റെ പൊസിഷൻ എങ്ങനെ ഉണ്ടോ? സാറേ ഹോപ്പ്ലെസ് കേസാണ്. നമ്മളൊരു കാര്യം ചെയ്യും, ഞാൻ എന്റെ പോലീസ് ഇതങ്ങ് ആംബുലൻസ് അങ്ങോട്ട് അയക്കുന്നു. അവനെ ആ വണ്ടിയെ കയറ്റി എല്ലാം എന്തോ ഫിറ്റ് ചെയ്ത് തൃശ്ശൂരേക്ക് വിടാൻ പറഞ്ഞു. പ്രിൻസിപ്പൾ ഒന്ന് ചൂടായി. സാറിനെ പോലെ അറിവും വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ ഇങ്ങനെ വിവരങ്ങൾ പറയാമോ സാറ്? അവൻ ഹോപ്പ്ലെസ് കണ്ടീഷനാണ്. ഞാൻ വണ്ടിയെ കയറ്റി വിട്ടെ ചത്തോ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്നാലും രക്ഷയൊന്നുമില്ലല്ലോ, നിങ്ങൾ വണ്ടിയെ കയറ്റി വിടാൻ പറഞ്ഞു. ആംബുലൻസ് കയറ്റി നേരെ തൃശ്ശൂർ കൊണ്ടുവന്നു. അവിടെ അടാട്ടം എന്ന സ്ഥലത്ത് 4ാം ക്ലാസ് വരെ പഠിച്ച ഒരു വൈദ്യന് അദ്ദേഹം മുറ്റത്ത് കുറെ പച്ചിലേക്ക ചെടികൾ നട്ടു വളർന്നു. അയാൾ അങ്ങോട്ട് ചെന്നൊരു 4-5 ഇലയൊക്കെ പറിച്ച് പൊടിച്ച് ഗ്ലാസ്സിലിട്ടിട്ട് ഒരു 10 ആടുണ്ടായി. അയാൾ അങ്ങോട്ട് ചെന്ന് ഈ ആടിനെ അതിനകത്തോട്ട് പാല് കറന്നൊഴിച്ച് ഒരു കലക്ക് കലക്കി ഈ മോൻ കൊടുത്തു. അപ്പൊ ഈ മോന്റെ കണ്ണു മുഴുവൻ മഞ്ഞയാണ്, നഖം മുഴുവൻ മഞ്ഞയാണ്, ശരീരം മുഴുവൻ മഞ്ഞിച്ചിരിക്കുകയാണ്. MBBS പ്രിൻസിപ്പൽ പറഞ്ഞ പോലെ വലിയ രക്ഷയൊന്നുമില്ല. പക്ഷേ 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ 5 തവണ മൂത്രം ഒഴിച്ചു. അത് കഴിഞ്ഞ് പതുക്കെ എഴുന്നേറ്റിരുന്നു. നമ്മൾ എനിക്കൊരു ആശ്വാസം തോന്നണമെന്ന് പറഞ്ഞു. ഈ വൈദ്യൻ പിന്നെയും മരുന്ന് കലക്കി കൊടുത്തു. നേരമ്പലത്ത് ഞാനും SP മുറ്റത്തിരിക്കുകയാണ്. ആ വൈദ്യനെ വേണ്ടി ഇരിക്കാവുന്ന സ്ഥലമില്ല, മുറ്റത്ത് കസരയിട്ടിരിക്കുക. ഇവൻ ആംബുലൻസ് തന്നെയാണ്. ഒരു വെളുപ്പിൽ 4 താഴെയാണ് അവനെയപ്പോ ഇവൻ ആംബുലൻസ് പുറത്തു വന്നു. എനിക്ക് ആശ്വാസമുണ്ട് അപ്പച്ചാ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് ആഹാരമെല്ലാം കഴിച്ച് അവൻ പറഞ്ഞു തിരിച്ചു പോകുന്നത്. ഞാൻ ആംബുലൻസ് മടക്കി അയച്ചിട്ട് എന്റെ വണ്ടിയിൽ തൃശ്ശൂർ കോഴിക്കോട് മെഡിക്കൽ തിരിച്ചയച്ചു. അത് MBBS പാസ്സായി, MD പാസ്സായി. ഞാനോട് പറഞ്ഞു, നീ ഇതിന്റെ അലോപ്പതിയെ പറ്റി വാഴ്ത്തുന്നത് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഈ നാട്ടുവൈദ്യം മോശമാണ്, നീ എവിടെയെങ്കിലും പ്രസംഗിക്കാനായിട്ട് കേട്ടോണ്ടല്ലോ, ഞാൻ എന്റെ സ്വഭാവം മാറുന്നതായിരുന്നു. കാരണം നമുക്ക് ഈ വൈദ്യനെ പരിഹസിക്കാം. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അവന്റെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്തോട്ടുള്ള അവൻ പഠിച്ച ചികിത്സയാണ്. വളരെ സിമ്പിളായി മരിച്ചു പോകുമെന്ന് വിശ്വസിച്ച MBBS സ്റ്റുഡന്റിന് മഞ്ഞപ്പിത്തത്തിൽ നിന്ന് മോചനം കൊടുക്കുകയാണ്. കിഡ്നിക്കൊക്കെ സ്റ്റോൺ വരും. സ്റ്റോൺ വന്ന് ഭയങ്കര കുഴപ്പമാണ്. അപ്പോ ഈ ചാലക്കുടിയിൽ റവറൻ K. ജോസ് അച്ഛനാണ്. അച്ഛൻ ഈ ആദിവാസികളുടെ ഇടയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ആദിവാസികൾക്ക് ചികിത്സയ്ക്ക് മൂപ്പന്റെ അടുത്ത് വരും.
മൂപ്പൻ ഈ സിംറ്റം എല്ലാം കേട്ട ശേഷം കാട്ടിപ്പോയി ചില ചെടി ഇലയൊക്കെ പറിച്ച് കൊണ്ടു കൊടുക്കും. അപ്പൊ ഈ അച്ഛന് കുറച്ച് വൈദ്യം അറിയാവുന്നത് അച്ഛൻ നോക്കിയപ്പോ ഇതെല്ലാം കിഡ്നി സ്റ്റോണിന്റെ ഒക്കെ സിംറ്റം പറയുമ്പോ ഇയാള് പത്ത് കൊടുക്കുന്ന ഇല കൊടുത്തിട്ട് ആള് സുഖപ്പെടുന്നു. അച്ഛൻ ചോദിച്ചു, എന്റെ മൂപ്പരെ ഇതൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. മൂപ്പർ വാ ഇവന്താ പറയാൻ ഉണ്ടാക്കിയില്ല, വാ അച്ഛൻ ഒന്ന് പോയി പറഞ്ഞോ. അച്ഛൻ ഇത് ചാലക്കുടിയിൽ പ്രാക്ടീസ് ചെയ്യാം. എന്റെ ഭാര്യയുടെ അങ്കിൾ അമേരിക്കയിലെ ഒരു വലിയ ഓഫീസറാണ്. അദ്ദേഹം ഒരു ദിവസം അപ്രതീക്ഷിതമായി പ്ലെയിനിൽ കയറി അങ്കിളും ആന്റിയുടെ കൊല്ലത്തെ വീട്ടിൽ വന്നു. ഞാൻ എന്താ അങ്കിൾ ഇങ്ങനെ വന്നേ? അയ്യോ നിങ്ങളോടൊക്കെ യാത്ര കഴിക്കാൻ വന്ന. ഞാൻ എന്താ അങ്കിളെ പ്രശ്നം? അതെ, എന്റെ കിഡ്നിക്കകത്ത് 28 സ്റ്റോൺ. അമേരിക്കയിലെ ഡോക്ടർ പറഞ്ഞത് 2-3 കല്യാണം കീറി എടുക്കാറുണ്ട്. 28 കല്ല് കീറി എടുത്താൽ കിഡ്നി തന്നെ ഡാമേജ് ആയി പോകും, അതുകൊണ്ട് രക്ഷയൊന്നും ഇല്ലാന്ന് പറഞ്ഞ ഞാൻ അങ്കിളെ ഇതിനങ്കിൾ യാത്ര ചോദിക്കണ്ട, ഞാൻ പരിഹരിക്കാന്ന്. ഞാൻ അവിടെ നിന്ന് കെ ജോൺസനെ വിളിച്ചു പറഞ്ഞു. അച്ഛന് മരുന്ന് നല്ല ചെടിയുടെ ഇല പൊടിച്ചുള്ള പൊടിയായിട്ടൂടെ ആയുർവേദത്തിലൊരു കഷായം. അവൻ പോലീസുകാർ നേരെ കൊല്ലത്ത് കൊണ്ടുവന്നു. ഞാനിത് എല്ലാം കറക്കി അങ്കിളിന് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോ 18 കല്ല് പോയി. അച്ഛനെ വിളിച്ചു, അച്ഛൻ പറഞ്ഞു ഓരോ ഡോസ് കൂടെ കൊടുക്കാൻ. രണ്ടാമത് ഡോസ് കൂടെ വന്നു. 28 കല്ലും പോയി. അങ്കിൾ തിരിച്ച് അമേരിക്കയിൽ പോയി സുഖമായിട്ട് 10-15 കൊല്ലം ജോലി ചെയ്ത്. നമുക്ക് ഈ കളിയാക്കാം. ഇടുക്കിയിലെ നമ്മുടെ മൂപ്പർക്ക് എവിടെയാണ് മെഡിസിൻ പഠിച്ചതെന്ന് വെച്ചാൽ ഒരു മെഡിസിനും പഠിച്ചിട്ടില്ല. ഞാൻ ആ അച്ഛന്റെ മരുന്നെടുത്തിട്ട് കോട്ടക്കൽ ആയുർവേദശാലയെ കൊണ്ട് കൊടുത്തു. 12 ചാങ്ങയത്തെ വൈദ്യനോട് കൊടുത്തു. ഇപ്പൊ കോട്ടക്കലും ചാങ്ങയത്തെ വൈദ്യന്മാരും ആയിരക്കണക്കിന് കിഡ്നി സ്റ്റോണും പാങ്കാറ്റിക് സ്റ്റോണും ഉള്ള രോഗികളെ സുഖമാക്കി വിടുകയാണ്, നിസ്സാരമായിട്ട് സുഖമാക്കി വിടുകയാണ്. അപ്പോൾ ഒരൊറ്റമൊഴി അത് പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. അത്ഭുതം. ഞരമ്പിന്റെ പ്രശ്നം പലപ്പോഴും വലിയ പ്രശ്നമാണ്. എന്റെ കൂടെ ജോലി ചെയ്തതാ ഒരു അഡീഷണൽ ഡിജിറ്റ്. അദ്ദേഹത്തിന്റെ മകളെ തൃശ്ശൂരിലെ ഞാൻ കൊണ്ടുവന്നു MBBSന്റെ നീറ്റ് പരീക്ഷയ്ക്ക് പഠിപ്പിക്കാൻ വേണ്ടി. PC തോമസ് മാഷിനോട് പഠിക്കുക. ഒരു ദിവസം ആ കുട്ടി കയ്യിൽ വേദന താഴെ നമുക്ക് എടുക്കാനായിട്ട് കുനിഞ്ഞു. ഭയങ്കര വേദന ഡെവലപ്പ് ചെയ്തു. കുട്ടിക്ക് എഴുന്നേക്കാനും വയ്യ, നടക്കാനും ഒന്നും വയ്യ. പെട്ടെന്ന് ഞാൻ ആ ലോക്കൽ ഗാഡിയിട്ട് പെട്ടെന്ന് PC തോമസ് മാഷ് വണ്ടിയെടുത്ത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. എന്നെ വിളിച്ച് പറഞ്ഞു ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ ഞാൻ നേരെ വണ്ടിയെടുത്ത് അവിടെ ചെന്നു. മെഡിക്കൽ കോളേജ് ബസ്സോട് ചോദിച്ചു എന്താ സിറ്റുവേഷൻ? അതെ സാറേ, ആ കുട്ടിയുടെ നട്ടലിന്റെ കശേരനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഓപ്പറേറ്റ് ചെയ്തേ പറ്റൂ. നട്ടലിൽ ഓപ്പറേറ്റ് ചെയ്ത് എങ്ങനെയാണ്? ചിലപ്പോ ഇടത്തെ കാല് തളർന്നു വാങ്ങാൻ സാധ്യതയുണ്ട്. ഈ അഡീഷണൽ ഇതിന്റെ ആണും കൊണ്ടുപോയിട്ടൊരു മോളെ ഉള്ളൂ. ഞാൻ തിരുവനന്തപുരത്ത് വിളിച്ചോളൂ, അവരുടെ വണ്ടി എടുത്ത് തൃശ്ശൂർ വന്നു. അമ്മയും അപ്പനും കരച്ചിലോട് കരച്ചിൽ. ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ചിരിക്കരുത്. ഇവിടെ ഞാൻ ഒറ്റപ്പാലത്ത് ഒരു വൈദ്യന് മൂസദ വൈദ്യൻ അവിടെ പോയി. അയാളുടെ കയ്യിൽ നിൽക്കാത്താണ് മാത്രം ഓപ്പറേറ്റ് ചെയ്യാവുന്നത്. അപ്പോ ആ ഒരു മോളാണ് ഓപ്പറേറ്റ് ചെയ്ത് അടുത്ത കാലത്ത് ആ കുട്ടി കല്യാണം നടക്കും, ഒരു രക്ഷയില്ലല്ല. അവരുടെ ഇവിടെ വന്നു. ഞാൻ മൂസദ ഡോക്ടറെ അടുത്ത് കാര്യം പറഞ്ഞു. മൂസദ പറഞ്ഞോ അമ്മ മാത്രമേ ആ മുറിയിലോട്ട് കയറാം, പുരുഷന്മാരാരും കയറില്ല, ഞാനിത് ഒന്ന് നോക്കാൻ പറഞ്ഞു. അദ്ദേഹം ആ മോളും അമ്മയും മാത്രം അടുത്ത മുറിയിലോട്ട്, ഞാനും DGP ഒക്കെ പുറത്തായിരുന്നു. അദ്ദേഹം എന്തോ പച്ചമരുന്നെടുത്ത് കലക്കി ഒരു എണ്ണ കാത്തി ചൂടാക്കിയ ശേഷം മലത്തോരത്തിന്റെ അവിടെ അരിമാവ് കൊണ്ടൊരു വൃത്തം ഉണ്ടാക്കി അതിനകത്ത് ഈ എണ്ണ ഒഴിച്ചു. എന്നിട്ട് ചൂണ്ടുള്ള അകത്തോട്ട് കയറ്റി എവിടെ പ്രസ് ചെയ്യും. മോൾ അയ്യോ എന്ന് വിളിക്കുന്നതിന് കേൾക്കാം. വിളിച്ചു കഴിഞ്ഞു 2 സെക്കൻഡ് കഴിഞ്ഞോടുകൂടി മോളെ വേദന പോയി. കുറച്ച് എഴുന്നേറ്റ് ഇരുന്ന് അവിടെ നടന്ന് വരാന്തേ വന്നു. ഞാൻ ചെങ്ങനോട് മോളെ അയ്യോ പരിപൂർണ്ണമായിട്ട് സുഖമായെന്നോ. ഞാൻ ചോദിച്ചു ഇനി എന്തെങ്കിലും മനസ്സിലാക്കണം. വൈദ്യുതി കഴിക്കണ്ട, സുഖമായിട്ടും പൊക്കളം മതി. തിരിച്ചുപോയി ആ മോളെ ക്ലാസ്സിൽ കയറി. നീറ്റ് പാസ്സായില്ല, പക്ഷെ എഞ്ചിനീയറിംഗ് പാസ്സായി. ഇപ്പൊ മൾട്ടിനാഷണൽ കമ്പനിയിലെ വലിയ മാനേജറായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നട്ടൽ ഓപ്പറേറ്റ് ചെയ്ത് കുഞ്ഞിന്റെ കാല് തള്ളുന്നു പറഞ്ഞിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഡോക്ടറും ഒന്നും പഠിക്കാത്ത ഒരു വൈദ്യൻ. അദ്ദേഹം പരമ്പരാഗതമായ അപ്പുറന്മാർ പറഞ്ഞെടുത്ത അറിവാണ്. അത് ഉപയോഗിച്ചിട്ട് സിമ്പിൾ ഒരു തള്ളവേല ചൂണ്ടുള്ള ഓപ്പറേഷനിലൂടെ ഞാനും മാറിക്കിടന്നതിനെ അങ്ങ് റീഷേറ്റ് ചെയ്തു. നിങ്ങൾ അക്കംപഞ്ചറുകാര് വളരെ സിമ്പിളായിട്ട് അവിടെ ഒരു എനർജി പ്രസ് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ ഇതുപോലുള്ള എത്രയോ രോഗം സുഖമെന്നറിയാമോ. അപ്പൊ ഇത് നമ്മുടെ വൈദ്യശാസ്ത്രത്തെ പരിഹരിക്കരുത്. വളരെ സിമ്പിളായി ഒറ്റമൂലികളിൽ നിന്ന് 1300 ഒറ്റമൂലിയുണ്ട്. അത് ഇപ്പൊ പ്രിന്റ് ചെയ്ത പുസ്തകമായിട്ട് മാർക്കറ്റിൽ തന്നെ ഉണ്ട് ഒറ്റമൂലികൾ എന്ന് പറയും. അത് വളരെ സിമ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്താൽ അത്ഭുതങ്ങൾ നടക്കും. 2017 എനിക്ക് ഇൻഡസ്ട്രിയൽ ബ്ലീഡിംഗ് ഡെവലപ്പ് ചെയ്തു. ബ്ലീഡിംഗ് ഡെവലപ്പ് ചെയ്ത് ഞാൻ ഉടൻ തന്നെ കൊല്ലത്തെ വലിയ ആശുപത്രിയിൽ പോയി. അവിടുത്തെ മെയിൻ ഡോക്ടറിന്റെ ഭാര്യയുടെ അങ്കിളാണ്. അവിടുത്തെ രണ്ടാമത്തെ ഡോക്ടർ എന്റെ കസിൻ ബ്രദറാണ്.
അവരെന്നെ പരിശോധിച്ചിട്ട് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു വിൽപ്പത്രം പോലെ എഴുതിയിട്ടുണ്ടോ? ഞാൻ ചെത്ത പറ്റി. ഞാൻ പറഞ്ഞു ഞാൻ കൈക്കൂലില്ലാത്ത മനുഷ്യൻ, എനിക്ക് വീടുമില്ല, കാറും ഇല്ല, ഒരു പഴവും ഇല്ല, ആകെയുള്ളത് ബാങ്ക് ഡെപ്പോസിറ്റ്, ഭാര്യയ്ക്ക് നോമിനി ഉണ്ടെന്നോ. ഞാൻ ചെന്താ പറഞ്ഞേ, അല്ല മോനോട്ട് ആ സാറിനോട് പറയാൻ പറ്റിയിട്ടുണ്ട്, സാറിന് 10 ദിവസം കൂടുതൽ ആയിച്ചില്ലെന്ന്. ഞാൻ പറഞ്ഞു 10 ദിവസം ഉണ്ടല്ലോ, എനിക്ക് 7 ദിവസം മതി. ഡോക്ടർ അതെന്തോ? അല്ല എന്റെ ഇളയ മോടെ കല്യാണം 7-ാം ദിവസമാണ്, അത് കഴിഞ്ഞ് പിന്നെ ചത്താൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഡോക്ടറെ ഡിസ്ചാർജ് ചെയ്യണം. അയ്യോ ഈ പറഞ്ഞ സാറിനെ ഡിസ്ചാർജ് ചെയ്യണം. നമ്മൾ അങ്ങ് ഡിസ്ചാർജ് ചെയ്യാൻ നിങ്ങളുടെ എന്താണ് ചികിത്സ ഒന്നുമില്ലല്ലോ. ഞാൻ ഡിസ്ചാർജ് ചെയ്യാൻ നേരെ തിരുവനന്തപുരത്ത് ബദനി നാച്ചുറോപ്പതി സെന്ററിൽ പോയി. അവര് നാച്ചുറോപ്പതി വെച്ചിട്ട് കുറെ സാധനമൊക്കെ വെച്ച് തന്നെ ചികിത്സിച്ച് ഞാൻ മോടെ കല്യാണമൊക്കെ നടത്തി തിരിച്ചു ഒരു 30 ദിവസം അഡ്മിറ്റ് ചെയ്തു. വേറൊരു നാച്ചുറോപ്പതി, ഒരു മരുന്നുമില്ല, നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റ് ചെയ്തു. ഇപ്പോ 10 ദിവസം കഴിഞ്ഞ് മരിച്ചു പോകുന്ന ഞാൻ 7 കൊല്ലം കഴിഞ്ഞ് നിങ്ങളോട് മൈക്ക് സംസാരിക്കുകയാണ്. ഇത് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ അക്യുപഞ്ചറിൽ പഠിച്ച കാര്യങ്ങളുണ്ടെന്ന് ചെയ്യാം. പക്ഷെ വൈദ്യശാസ്ത്രമായി നിങ്ങൾക്കുള്ള അറിവ് ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം. അപ്പോ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റും. ഞാൻ ASP ആയിരുന്ന സമയത്ത് എനിക്ക് വാർട്ട് ഡെവലപ്പ് ചെയ്യാനുള്ളത് 150 വാർട്ട് മുഖം മുഴുവൻ ഇങ്ങനെ കിഴിച്ചിറങ്ങാം. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ അവർ ആസിഡ് കുത്തിവെച്ച് ഇങ്ങനെ കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വേദന, ആസിഡ് കുത്തിവെച്ച് കരിക്കുന്നു. 10 എണ്ണം കരിക്കുമ്പോൾ 7 എണ്ണം കളിച്ചു വരികയാണ്. അപ്പൊ ഈ പോലീസിൽ ദിവസം ഷേവ് ചെയ്യണം. ഞാൻ DGPയോട് പറഞ്ഞിരിക്കും ഒരു 30 ദിവസം സാങ്ഷൻ വേണം ഷേവ് ചെയ്യാതിരിക്കാൻ. എന്നോട് നീ ശബരിമലയ്ക്ക് പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു DGP ഇതാണ് പ്രശ്നം. ശരി 30 ദിവസം പിന്നെ തരത്തില്ലാന്ന് പറഞ്ഞു. ഞാനങ്ങ് വിഷമിച്ച് ഞാനങ്ങനെ ഇരിക്കുമ്പോൾ കോഴിക്കോട്ടൊരു മീറ്റിംഗിൽ പ്രസംഗിക്കാണ്. എന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ആൾ കോഴിക്കോട് കോവൽ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത ഡോക്ടറായി. ഞാൻ പ്രസംഗിച്ച് ഇറങ്ങി വന്നോടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ഈ താടിയിൽ ഇതൊക്കെ വളർത്തിക്കൊണ്ട് നടക്കുന്നത്? അങ്ങ് കളഞ്ഞൂടെ? കളയാത്ത മാർഗം മെഡിക്കൽ കോളേജിൽ പോയിട്ട് ആ ചികിത്സ എന്റെ കൂടെ വരാൻ പറഞ്ഞു. ഞാൻ നേരെ അദ്ദേഹത്തിന് വീട്ടിൽ പോയി. അദ്ദേഹം തൂജാന്നൊരു മരുന്ന് തന്നു. അദ്ദേഹം തന്നിട്ട് പറഞ്ഞു 3-ാം ദിവസം ഇത് ഈ തലകണയും പൊഴിഞ്ഞ് വീഴുന്നുണ്ടെങ്കിൽ അപ്പ എന്നെ തിരിച്ചു വന്നു. ഞാൻ പോയി ഇത് കഴിച്ച് 10 രൂപയുടെ പഞ്ചായത്ത് സാധനം അത് കഴിച്ച് ഒരു 3-ാം ദിവസം രാവിലെ എഴുന്നേറ്റ് തലേനെ കിടക്കുന്നത് പൊഴിഞ്ഞൊരു 5-8 ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് അടിച്ച് പാഞ്ഞദ്ദേഹത്തിന് നടത്തിയത്. സദാശിവൻ ഡോക്ടർ എടുത്തിയത്. സദാശിവൻ ഡോക്ടർ പെരട്ടാൻ ഓയിൻമെന്റ് കൊടുത്തു. സംഗതി അങ്ങ് പോയി. കഴിഞ്ഞ 42 കൊല്ലമായി വാർട്ട് വന്നിട്ടില്ല. അലോപ്പതി ഡോക്ടർമാർ മാസം കഴിച്ച് കത്തിച്ചുകൊണ്ടിരുന്ന സാധനം 10 രൂപയുടെ ഒരു ഗുളികയും സംഗതി തീർന്നു. ഇത് ഹോമിയോപ്പതിക്ക് ചെയ്യാൻ പറ്റുന്ന അത്ഭുതമാണ്. എന്റെ വല്യമ്മച്ചയ്ക്ക് എക്സീമ, കയ്യങ്ങോട്ട് പൊട്ടിയാളി, മുഖം പൊട്ടിയാളി. ഒരു ദിവസം എന്റെ അടുത്ത് വല്യമ്മച്ചി പറഞ്ഞു, എന്റെ മോനെ എനിക്ക് ജീവിക്കാൻ വയ്യ, ഈ ഇത് ഇങ്ങനെ പഴുപ്പ് ഇങ്ങനെ ഇറങ്ങണം, നാറ്റും ബഹളം. അലോപ്പതി ഡോക്ടറിനടുത്ത് ചുങ്കളൻ 2 ഡോക്ടറാണ്. അവർ ഇഞ്ചക്ഷൻ എടുത്താല് ഒന്ന് സപ്രസ് ചെയ്യും, പക്ഷെ പിന്നെ ഇങ്ങനെ എടുത്തു വെച്ച് ചായ. അപ്പോ തൃശ്ശൂർ ചെങ്ങന്നൂര് മൊത്തം അച്ഛനെ പുരോഹിതനാണ് ഇത് പ്രാക്ടീസ് ചെയ്യും. ഞാൻ അമ്മച്ചെങ്ങൻ്റെ അവിടെ ചെന്നു. അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, ഇതിന് മരുന്നുണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞ 1000കണക്കിന് രൂപയ്ക്ക് ചികിത്സ വല്യമ്മച്ചയാണ്. അയാൾ 25 രൂപയുടെ പഞ്ചാര വഴി എല്ലാം കൂടെ കൈ തന്നു. എന്റെ അടുത്ത് പറഞ്ഞോ, ഇത് പൊട്ടി കളഞ്ഞ് പഴുത്ത് പുറത്തു വരും, ഒരു തോർത്ത് വെച്ച് പിടിച്ചോണം. കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അരിമാവ് തോർത്തിനകത്ത് കലിക്ക് വെച്ചിട്ട് അങ്ങോട്ട് വെച്ചാല് ഇതിങ്ങ് പിടിച്ചെടുക്കും. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് ഭയങ്കര ക്ഷീണം വന്നാൽ ഗ്ലൂക്കോസ് വാങ്ങിച്ച് കൈവച്ചേക്കണം, പെട്ടെന്ന് കലക്കി അമർച്ച് കൊടുക്കാൻ പോകും. ഇതങ്ങ് ഹോമിയും മരുന്നങ്ങോട്ട് കൊടുത്ത് പഴുപ്പം കൊണ്ട് ചാടാന്നിറങ്ങി. ലിറ്റർ ഉള്ളതിന് പഴുപ്പാൻ ചാടുന്നത്. അരിമാവ് കലക്കി വെച്ച് അതങ്ങോട്ട് പിടിക്കാൻ. 3-ാം ദിവസം രാവിലെ അമ്മച്ചോട് ഒരു തല പറഞ്ഞ് ഭയങ്കര ക്ഷീണം വരുന്നു. ഞാൻ ഗ്ലൂക്കോസ് കലക്കി 2 പാക്കറ്റ് ഗ്ലൂക്കോസ് കൊടുത്തു. ഗ്ലൂക്കോസ് നമുക്ക് അമ്മച്ചിക്ക് ഇച്ചിരി ജീവൻ വേണം. പിന്നെ ആ തൊലി ഒരു പൊറ്റ പോലെ ആയി, ആനയുടെ തൊലി പോലെ ആയി. 42 ദിവസം കഴിഞ്ഞപ്പോ ആ തൊലി ഇളകിപ്പോയി. ഒറിജിനൽ വെള്ള തൊലി പുറത്തു വന്നു. അമ്മച്ചിക്ക് പിന്നെ മരണം വരെ 95 വയസ്സിൽ മരിക്കുന്നവരെ ഒരിക്കൽ പോലും എക്സീമ വന്നില്ല. വളരെ സിമ്പിൾ ട്രീറ്റ്മെന്റാണ്. അപ്പൊ നിങ്ങള് അക്യുപഞ്ചർ പഠിക്കുന്നു, പക്ഷെ നിങ്ങൾ ഹോളിസ്റ്റിക് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യണം. ഒരു രോഗിക്ക് ഏത് ശാസ്ത്രപ്രകാരം ചികിത്സിച്ചാൽ മാറുമോ അത് അപ്ലൈ ചെയ്യണം. നിങ്ങളുടെ ശാസ്ത്രപ്രകാരം അത് നോക്കുക, അക്യുപഞ്ചർ പ്രകാരം നോക്കുക, നോക്കിയിട്ട് അത് മാറുമെന്ന് നോക്കുക. മാറത്തില്ലെങ്കിൽ അതിനേക്കാൾ എഫക്റ്റീവായ മറ്റൊരു മെക്കാനിസം ഉണ്ടെങ്കിൽ അത് എടുത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റിയിരിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് നുറുങ്ങ് വിദ്യകൾ ഞാൻ
എന്നെ ക്ഷണിച്ച നമ്പറിലോട്ട് അയച്ചു തരാം. അത് ആവശ്യമുള്ളവരടുത്ത് പ്രയോജനമാണ്. അപ്പൊ നിങ്ങളുടെ ഈ ശാസ്ത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായി ആദ്യത്തെ ഒരു പ്രശ്നം നിങ്ങളുടെ വൈദ്യശാസ്ത്രത്തിന്റെ പേരാണ് അക്കും പഞ്ചർ. കേൾക്കുമ്പോഴേ പഞ്ചർ അടിപ്പിക്കുന്ന ഒരു സാധനം, കുത്തി മുറിവേൽപ്പിക്കുന്ന ഒരു സാധനം കേൾക്കുന്ന തലച്ചോറ് വരുന്നത്. നിങ്ങളതിന്റെ പേര് അക്കു എനർജി എന്ന് വല്ലതും ആക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്. ഈ പേരിന്റെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. രോഗിയെ കുത്തി ചികിത്സിക്കുന്നതെന്ന് പറഞ്ഞാൽ രോഗിക്ക് അപ്പോഴേ പേടി വരും. ഇഞ്ചക്ഷൻ കഴിക്കുമ്പോഴേ പേടി വരും, പിന്നെ കുത്തിന്റെ പേര്. അപ്പോ അക്കു എനർജി പരിപാടി. അപ്പൊ ആ ശാസ്ത്രം വളരെ വലിയ വിശാലമായ ഒരു ശാസ്ത്രമാണ്. ഞാൻ അക്കും പഞ്ചറിനെ പറ്റി വളരെ വിശദമായി പഠിക്കാനിടയായത് എന്റെ കുടുംബത്തിൽ നടന്നൊരു സംഭവമാണ്. എന്റെ കുടുംബത്തിലെ ഒരു കുട്ടി ജനിച്ചൊരു 3 വയസ്സായപ്പോഴേക്കും കുട്ടിക്ക് ഒരു മാനസികമായ പ്രശ്നം. ആ പ്രശ്നം എന്റെ കസിൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ആയിരക്കണക്കിന് വർഷത്തെ അനുഭവ പരിചയമുള്ള നിരവധി രോഗങ്ങളെ വളരെ ഭംഗിയായിട്ട് ചികിത്സിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് അത്. നിങ്ങൾക്ക് ഈ സമയത്ത് പഠിക്കാൻ പറ്റി, അത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വളരെ സിമ്പിളായി അത് പരിഹരിക്കാനും പറ്റും. 2-3 മാസത്തിന് മുമ്പ് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്റെ വലത്തെ കണ്ണിനത് രക്തമായി. തന്നെയല്ല, വലത്തെ കണ്ണിന്റെ മേളറ്റത്ത് ഇച്ചിരി കറുപ്പ് നിറം പ്രദർശിപ്പെടുന്നു. എനിക്ക് അപ്പോഴും മനസ്സിലായി സംഗതി കണ്ണിനകത്ത് ബ്ലീഡിങ് ഉണ്ടായതാണ്. ഡയബറ്റീസിന്റെ BP ഉള്ളതുകൊണ്ട് അതിന്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധ കണ്ണ് ഡോക്ടേഴ്സ് മുഴുവൻ എന്റെ റിലേഷൻസ് ആണ്. തിരുവനന്തപുരം മെഡിക്കൽ എന്റെ പ്രിൻസിപ്പൽ എന്റെ കസിനാണ്. കണ്ണാശുപത്രിയിലെ പ്രിൻസിപ്പൽ എന്റെ കസിനാണ്. മറ്റൊരു പ്രസിദ്ധ ഡോക്ടർ എന്റെ കസിന്റെ ഭാര്യയാണ്. ഇത് ഒരാളുടെ ഞാൻ പോയി. അവരെന്റെ കണ്ണ് പരിശോധിച്ചിട്ട് പറഞ്ഞു, അയ്യോ നിങ്ങളെ ഒരു കാര്യം പറയാനുള്ളത്, 35,000 രൂപയുടെ 6 ഇഞ്ചക്ഷൻ വേണം, പിന്നെ 3 ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ വേണം. ഇങ്ങനെ ഇത് സുഖമാക്കാൻ പറ്റുമോ? കണ്ണിന് കോർണിക്ക് ഭയങ്കര ഡാമേജ് ആയിപ്പോയി. ഇത് കേട്ടപ്പോഴേ എന്റെ പകുതി ജീവൻ പോയി. ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്തു നേരെ കൂത്താമ്പുറത്ത് അവിടെ ശ്രീധരി എന്ന് പറയുന്ന നമ്പൂതിരിപ്പാൻ നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ, പരമ്പരാഗതമായ ഹോസ്പിറ്റലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നാരായണ ഡോക്ടറെ കണ്ടു. നാരായണ ഡോക്ടർ പറഞ്ഞൊരു 5 ദിവസം അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു. 5 ദിവസം അഡ്മിറ്റായി. അവരുടെ പുരയിടത്തിൽ വളർത്തുന്ന ആയുർവേദ ചെടികളാണ്. അതിനകത്തുനിന്ന് ചെടിയും വേരും ഒക്കെ എടുത്തിട്ട് അവിടെ തന്നെ ഫാക്ടറി ഉണ്ട്, അവരുടേതായ ഒരു ഫാക്ടറി. അതിനകത്ത് അവരത് പ്രോസസ് ചെയ്തിട്ടാണ് മരുന്നുണ്ടാക്കുന്നത്. എന്റെ കണ്ണിൽ മരുന്നൊഴിച്ചു. എനിക്കൊരു ഗുളികയും കഷായം കൂടെ തന്നു. 4-ാം ദിവസം രാവിലെ ആയപ്പോൾ എന്റെ ഈ കറുപ്പൊപ്പതിശായി ഈ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്ത് ഒരു 8 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് നോർമൽ സൈസ് തിരിച്ചു കിട്ടി. കണ്ണ് തിരിച്ചു വന്നു. കഴിഞ്ഞ 4 മാസമായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി നോർമലായിട്ടിരിക്കാൻ. അപ്പോഴാണ് കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ കണ്ണിനകത്ത് ബ്ലൈൻഡ്നെസ് ഡെവലപ്പ് ചെയ്തു. കണ്ണാശുപത്രി കൊണ്ടുപോയി. അവർ ഗവർണറോട് പറഞ്ഞു, ഇമ്മീഡിയറ്റ് സർജറി വേണം. സർജറി ചെയ്താൽ 50-50 ചാൻസ് ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിനൊരു പേടി. അദ്ദേഹം ഗവൺമെന്റായിട്ട് വഴക്കുണ്ടാക്കിയിരിക്കുകയാണ്. ഈ കണ്ണ് ഡോക്ടർ കണ്ണ് കളഞ്ഞാലോ എന്നൊരു പേടി. സർക്കാർ ആശുപത്രിയല്ലേ. അപ്പൊ ADC എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇതിനൊരു ഓപ്പറേഷൻ വേണ്ട, എനിക്കിങ്ങനെ ഒരു അനുഭവമുണ്ടായി, ഗവർണറോട് പറയാമെന്ന്. ആരിഫ് മുഹമ്മദ് ഖാൻ പെട്ടെന്ന് ശ്രീധരത്തെ വിളിച്ചു. ശ്രീധരത്തിന് ഡോക്ടറെ നേരെ രാജ്ഭവനിൽ ചെന്നു. ആരിഫ് മുഹമ്മദ് ഖാന്റെ കണ്ണ് 5 ദിവസം കൊണ്ട് സുഖമായി. ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ട്രീറ്റ്മെന്റോട് സർജറി വേണ്ടി വന്നില്ല. അപ്പൊ നിങ്ങൾക്ക് പറയാം, നൂറ്റാണ്ടുകളായി പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു കുടുംബം അവരെന്തോ പച്ചില ചെടി പറിച്ചിട്ട് തരികയാണ്, ഇത് അശാസ്ത്രീയമാണെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ എത്രയോ ഓപ്പറേഷനും എത്രയോ സർജറിയും പരീക്ഷിച്ചിട്ട് സുഖമാക്കുന്ന പരിപാടി വളരെ ശ്രദ്ധേയമായി നമുക്ക് അവൈലബിൾ ആണ്. താമരശ്ശേരിയിലെ ഒരു വൈദ്യനുണ്ട്. നമുക്ക് ക്രോണിക് ആയിട്ടുള്ള തലവേദന വന്നു കഴിഞ്ഞാലേ അലോപ്പതിയിൽ ചികിത്സ ഒന്നുമില്ല. ഈ വൈദ്യനടുത്ത് ചെന്നാല് വെളുപ്പങ്കാലത്ത് 5 മണിയാവുമ്പോ ഒരു ചെടിയെടുത്ത് അതിന്റെ ഇല പിഴിഞ്ഞ് കാലിന്റെ തള്ളവരലിന്റെ നഖത്തിന്റെയും മാംസത്തിന്റെ ഇടയ്ക്കാണ് 4 തുള്ളി ഒഴിക്കണം. 4 തുള്ളി ഒഴിച്ച് ചികിത്സിച്ച് കഴിയുമ്പോൾ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ രോഗം പിന്നെ ജീവിതത്തിൽ മരണം വരെ വരില്ല. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എക്സ്പ്ലനേഷൻ. നമ്മുടെ പൂർവികർ പണ്ടൊക്കെ കൊണ്ടുണ്ടാക്കിയ മരുന്നാണ്. ഈ വൈദ്യന് വിദ്യാഭ്യാസം ഒന്നുമില്ല. പക്ഷെ അപ്പനപ്പുമ്മയുടെ കാലത്ത് ഒരു പ്രാക്ടീസ് സംഭവം വളരെ സിമ്പിളായിട്ട് ചികിത്സിക്കാൻ. ഒരു ദിവസം ഞാൻ എന്റെ കസിൻ സിസ്റ്റർ അടുത്ത് ചെന്നു. കസിൻ സിസ്റ്റർ പറഞ്ഞു, എറണാകുളത്താണ്, മുത്തായി മാഞ്ഞൂരാന്റെ മുൻ മന്ത്രിയുടെ
അനന്തരം കല്യാണം കഴിച്ച കസിനാണ്. എന്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോകും. ഞാൻ എന്തുവാ? അയ്യോ എനിക്ക് സൈനോസൈറ്റിസ് വന്നിട്ട് ഒരു രക്ഷയില്ല, ഭയങ്കര ദുഃഖം, സ്മെല്ല് കിട്ടുന്നില്ല, തലവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദന, അലോപ്പതി മുഴുവൻ ചികിത്സയും ചെയ്തു, അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ച് ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, മോളെ പെട്ടെന്ന് വിഷമാണ്, എന്റെ വണ്ടിയിലോട്ട് കയറാൻ കഴിയും, ഞാനൊന്ന് DGP എവിടെ കൊണ്ടാലേ? ഞാൻ പറഞ്ഞു, മോള് കയറാൻ. മോള് വേഷം മാറി എന്റെ വണ്ടി കയറി. ഞാൻ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റിലെ 3 നില കെട്ടിടമുണ്ട്, അതിന് 2ാം നിലയിലൊരു വൈദ്യനുണ്ട്. വൈദ്യനവിടെ കൊണ്ടുപോയി. വൈദ്യനും പച്ചില മരുന്നും വൈദ്യമൊക്കെ എടുത്ത് പിഴിഞ്ഞ ഈ പെങ്ങളുടെ മൂക്കിനകത്തോട് ഒഴിച്ചിട്ടൊരു മഗ് കൊടുത്തു. വരുന്ന പഴുപ്പും എല്ലാം പിടിച്ചോളാം. മൂക്കിനകത്തൊന്ന് പഴുപ്പും എല്ലാം കൂടെ ചാടാൻ തുടങ്ങി. ഞാൻ പഠിച്ച ശാസ്ത്രപ്രകാരം നമ്മുടെ സൈനസ് കാവിറ്റിയുടെ കപ്പാസിറ്റി 300 ml അങ്ങോട്ട് താഴെ വന്നു. ഇതെന്ന് പറഞ്ഞാൽ ഒരു 3 മഗ് നിറച്ച് പഴുപ്പും എല്ലാം കൂടെ ചാടുകയാണ്. ഒരു 900 ml മതി, 1 ലിറ്ററെങ്കിലും ചാടിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നിന്നു, ഈ പഴുപ്പും വെള്ളവും വരെ നിന്നു. നിന്നപ്പോ ഈ വൈദ്യൻ വേറൊരു ചെടിയുടെ എന്തോ ചാറ് കൊണ്ടുവന്നിട്ട് മൂക്കിനകത്തോട്ട് ഇങ്ങനെ തെറിപ്പിച്ച് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, മുമ്പോട്ട് നോക്കിയിരുന്നോന്നു. ഡോക്ടർ റോസാപ്പൂ എടുത്ത് കൊണ്ടുവന്നിട്ട് പെങ്ങളുടെ തലയുടെ പുറകിലോട്ട് പിടിച്ചിട്ട് പറഞ്ഞ, എന്തെങ്കിലും മണം കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചു. ഒരു റോസാപ്പൂവിന്റെ മണം വരുന്നു പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ചൊവ്വായിരുന്നു. 19 കൊല്ലാണ്ട് മണം എന്തെന്ന് അറിയാത്തതിന്റെ പെങ്ങൾക്ക് റോസാപ്പൂവിന്റെ മണം കിട്ടി ചികിത്സിച്ചോ.